എല്ലാവർക്കും മിനീസ് കിച്ചൺ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ടേസ്റ്റിലൊരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ കൊടുത്താൽ. മുതിർന്നവർക്കും നല്ല ഇഷ്ടമാവുന്ന രീതിയിൽ ചിക്കൻ ഗാർലിക് 65ൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവരും കണ്ടു നോക്കി ലൈക്ക് ചെയ്ത് അഭിപ്രായവും കൂടി പറയണേ. അതിനായി ബോൺലെസ് ചിക്കനാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അല്പം എല്ലിരുന്നാലും കുഴപ്പമില്ല, എന്നാലും മാക്സിമം ബോൺ ഇല്ലാത്ത ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഫ്രൈ ചെയ്യുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം വാർന്നതിന് ശേഷം നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ വേണ്ടത്, ഒരു കളറും കൂടി കിട്ടുമല്ലോ. ഇനി ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കേണ്ടത്. ചിക്കൻ മസാല ഇല്ലാത്തവർക്ക് ഗരം മസാല കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. അത് ഞാനിതിൽ സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി മസ്റ്റാണ്. എരിവിന് മുളക് പൊടിയേക്കാൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് ഇതേപോലെ വയ്ക്കാം. അല്പം ഗരം മസാലയും കൂടി ഞാനതിൽ ചേർത്തിട്ടുണ്ട്, ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കനിലെല്ലാം കവർ ചെയ്യുന്ന രീതിയിലൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈവച്ച് തന്നെ നമുക്ക് ഓരോ പീസിലും കോട്ട് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ കുഴച്ചെടുത്ത് വെക്കാം കേട്ടോ. ഇനി എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായി ചൂടാവുമ്പോൾ ചിക്കൻ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കല്ലേ, അപ്പോൾ അത് ഒട്ടി പിടിക്കും. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കോരിയെടുക്കാനൊന്നും കഴിയില്ല. ഇതേപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനത് ഫുള്ളും വെക്കുന്നവരെ ഇങ്ങനെ നിന്നാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. ഞാൻ ഫുള്ളും വെക്കട്ടെ, എന്നിട്ട് കാണാം. ഇതേപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതേപോലെ സമയം എടുക്കൊന്നും വേണ്ട. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ബ്രൗൺ കളറാവുന്ന വരെ. എന്നാൽ ചിക്കൻ ഉള്ളിലെല്ലാം വേവും വേണം കേട്ടോ, എന്നല്ലേ നല്ലത്. അതേപോലെ വറുത്തതിന് ശേഷം എണ്ണയൊക്കെ ഊറ്റി നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. വളരെ ചെറിയ പീസുകളായിരിക്കണം കേട്ടോ വെളുത്തുള്ളിയുടെ. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ഒരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ച്, കൂടുതൽ കരിയരുത് കേട്ടോ. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. എരിവിന് കുരുമുളക് പൊടി മാത്രമാണ് കേട്ടോ ഈ ഫ്രൈയിൽ ചേർക്കുന്നത്. നമ്മൾ അത്യാവശ്യം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി വിതറി കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ചേർത്തിട്ടില്ല. എല്ലാവരും ചിക്കൻ 65 ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.